സംസ്ഥാനത്തെ ആരോഗ്യ മേഖല അവതാളത്തിലാകുമ്പോൾ നിസ്സംഗത പാലിച്ച് സർക്കാർ. നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയിലെ ശിശുമരണവും വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിലുമെല്ലാം സർക്കാരിൻ്റെ വലിയ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു. അടിക്കടി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളും ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പിണറായി സർക്കാരിൻ്റെ വീഴ്ചകളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ കൊട്ടിഘോഷിച്ചതാണ്. പക്ഷേ എല്ലാം ഈ പ്രഖ്യാപനങ്ങളിൽ മാത്രം, പറച്ചിലിൽ മാത്രം എല്ലാം അവതാളത്തിലാകുന്നു. സാധാരണക്കാരായ ആൾക്കാർക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കെ പി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ മെഡിക്കൽ കോളേജുകളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്ന് തന്നെയാണ്, അവിടെ ചികിത്സയ്ക്ക് എത്തുവാൻ ആളുകളെ ഭയപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. ആദ്യ കൺമണിയെ നഷ്ടപ്പെട്ട നെടുമങ്ങാട്ടെ ആ ഒരു സംഭവം നമുക്ക് ഇനിയും മറക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസമാണ് പ്രസവ ശസ്ത്രക്രിയക്കിടയെ ഈ നവജാത ശിശു മരിക്കുന്നത്. ആ ശിശുവിന്റെ മൃതദേഹവും കൊണ്ട് നീതിക്ക് വേണ്ടി ആ കുടുംബം പോരാടിയിരുന്നു. അവരുടെ നിലപാട് എന്ന് പറയുന്നത് ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവരുത് എന്നത് തന്നെയായിരുന്നു. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലൊക്കെ കടന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഹർഷിനയുടെ കാര്യം നമുക്കറിയാം. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സമാനമായ അനുഭവം തന്നെയാണ് പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച ഹർഷിനയ്ക്കും ഉണ്ടായത്. ആ വേദനയുടെ തീരാ ദുഃഖവും പേറി അവർ ഇപ്പോഴും ജീവിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ അടുത്തായി ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വരെ കോഴിക്കോട് നിന്നെത്തി അവർ സമരം നടത്തിയിട്ട് പോലും യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു വിഷയം നടക്കുമ്പോൾ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. KGM-CTയുടെ സമരത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ മാത്രമാണ് ആരോഗ്യമന്ത്രിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ പേജുകളിൽ ഉണ്ടാവുന്ന വികസന പ്രവർത്തനങ്ങളെ പറ്റി PR വർക്കുകൾ നടത്തുന്നു എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ, വിളപ്പിശാലയിലെ വിസ്മീർ, അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയ മാറി ചെയ്ത സംഭവം, പാലക്കാട്ടെ സംഭവം ഒക്കെ തന്നെയും ഈ ആരോഗ്യ രംഗത്ത് ഈ വർഷം നടന്ന, കഴിഞ്ഞ വർഷങ്ങളിലും അതേപോലെ തന്നെ ഈ വർഷവും നടന്ന സമാന സംഭവങ്ങൾ തന്നെയാണ്. എന്തായാലും സാധാരണക്കാരായ ആളുകൾക്ക് ഭയം തോന്നി തുടങ്ങി ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തുവാൻ എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വണ്ടാനത്തെ സംഭവം 5 വർഷമായി അത്തരത്തിൽ വേദന അനുഭവിക്കുകയാണ് അവർ. അതുപോലെ തന്നെയാണ് ഹർഷിനെയും, അതുപോലെ തന്നെയാണ് ഈ നെടുമങ്ങാട്ടെ സംഭവം ഒക്കെ തന്നെയും. കൃത്യമായി പറഞ്ഞാൽ PR വർക്കുകൾക്ക് വേണ്ടി മാത്രം സമൂഹ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. കൃത്യമായി ജനങ്ങൾക്ക് ഇതിന്റെ ഉപകാരം അല്ലെങ്കിൽ ഈ ആശുപത്രികളിൽ നിന്നും കൃത്യമായി സേവനം ലഭിക്കുന്നുണ്ടോ എന്നതുപോലും അന്വേഷിക്കുവാൻ ആരോഗ്യ വകുപ്പ് തയ്യാറാകുന്നില്ല. അതേസമയം KGMC ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം നടത്തുമ്പോൾ അവർക്കെതിരെ നടപടിക്ക് തയ്യാറാവുകയാണ് ആരോഗ്യ വകുപ്പ്. KP, നമുക്കറിയാം, ഇങ്ങനെ നിരന്തരം പിഴവുകളുടെ ഒരു കൂമ്പാരമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സിസ്റ്റത്തിന്റെ തകരാർ എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു ആരോഗ്യമന്ത്രി, ആ വകുപ്പ്, സ്വന്തം വകുപ്പ് നേരെയാക്കുക, ആ സിസ്റ്റത്തെ നേരെയാക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ ഓടി ഒളിക്കുന്നത് എങ്ങോട്ടാണ്? കൃത്യമായ നിരീക്ഷണങ്ങളും നടപടികളും എടുത്തിരുന്നുവെങ്കിൽ, ഈ ഇഷ്ടക്കാരെയൊക്കെ സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിന്മേലെല്ലാം ഒരു നടപടി ഉണ്ടാകേണ്ടതല്ലേ, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടതല്ലേ? ഇത് വളരെ സാധാരണക്കാരെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, സർക്കാർ ആശുപത്രികളെയൊക്കെ സമീപിക്കുന്നത് സാധാരണക്കാരിലും സാധാരണക്കാരായ വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ജീവിതം താറുമാറാക്കുന്ന തരത്തിലേക്കല്ലേ മാറുന്നത്? ഇപ്പോൾ നമ്മുടെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഉഷ പറയുന്നത്, ഞാൻ ഇനി അങ്ങോട്ടേക്കേ ഇല്ല, അത്രമാത്രം ഭയമാണ് എന്നാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്കും അതേ ഭയം തന്നെ ഉണ്ടാകും. കാരണം ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത തരത്തിലേക്കാണോ നമ്മുടെ സർക്കാരിന്റെ ആരോഗ്യ മേഖല ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ദിസ്ന,
തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വണ്ടാനത്തെ ഉഷയുടെ ആ ഒരു അനുഭവം ആളുകളിൽ വലിയ രീതിയിൽ ഭയം ജനിപ്പിക്കുകയാണ്. സമാനമായ രീതിയിൽ അത്തരത്തിൽ കൃത്യമായി പരിപാലിക്കുന്നതുകൊണ്ട് നമുക്കറിയാം, ഈ നെടുമങ്ങാടത്തെ സംഭവം വന്നപ്പോൾ തന്നെ 5 വർഷത്തിനിടയിൽ ഈ ഡോക്ടർക്കെതിരെ ഉയർന്നു വന്നത് നിരവധി പരാതികളാണ്. പക്ഷേ ആ പരാതികൾ ലഭിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. സൽമാൻ എന്നൊരു പെരിങ്ങമല സ്വദേശിയായ സൽമാനും അത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വരുന്നു. വാർഡിൽ തന്നെ അവരുടെ ഭാര്യയ്ക്ക് പ്രസവിക്കേണ്ടതായി വരുന്നു. അതായത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ബിന്ദു സുന്ദർ എന്ന ഡോക്ടറാണ്. പക്ഷേ തന്റെ പേഷ്യന്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവതിയെ നോക്കുവാൻ തയ്യാറായില്ല എന്നത് തന്നെയാണ് ആ യുവാവിന്റെ പരാതി. 3 വർഷത്തോളം കാലമായി അത്തരത്തിലൊരു പരാതി മെഡിക്കൽ സൂപ്രണ്ടിന് മുന്നിൽ നൽകിയിട്ട് എന്നത് തന്നെയാണ്. പക്ഷേ കൃത്യമായി മറുപടി നൽകുവാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നത് തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു സ്ഥലം മാറ്റുമോ അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തൽ നടപടിയിലേക്ക് മാത്രമാണ് ആരോഗ്യ വകുപ്പ് കടക്കുക. അതുകൊണ്ടൊന്നും തന്നെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും തുറന്നു പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ നടപടിയെടുക്കുവാൻ തിടുക്കം കാണിച്ച സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അനാസ്ഥ കാണിക്കുന്ന ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും രോഹിണി ഉയർന്നു വരുന്നത്. നമുക്കറിയാം, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ജില്ലാ ആശുപത്രിയും അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഒക്കെ തന്നെയും തിരഞ്ഞെടുക്കുന്നത്. കാരണം കൃത്യമായ ചികിത്സ ലഭിക്കുമെന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ അവർക്ക് അവിടെ പോയി അവരുടെ രോഗം ഭേദമാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് അവർക്കുള്ളത്. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായി നടപ്പിലാക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയെത്ര ഉദാഹരണങ്ങളാണ് ആരോഗ്യ മേഖലയിലെ, അല്ലെങ്കിൽ ഈ ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ സിസ്റ്റം തകരാറിന് ഉദാഹരണമായി എത്രയെത്ര സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത്. ഉഷ ഈ പറഞ്ഞു വെക്കുന്നു, പിന്നീട് ആശുപത്രിയിൽ പോയപ്പോൾ അത് നമുക്ക് ഒതുക്കി തീർക്കാമെന്ന് പറയുന്നു, കൃത്യമായ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ അവരുടെ തെറ്റുകൾ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം നടത്തിയപ്പോൾ 140-ാം ദിവസത്തെ സമരപ്രഖ്യാപനം അത് വിജയം കണ്ടു എന്ന് പറഞ്ഞ് മധുര വിതരണം നടത്തിയ സംസ്ഥാന സർക്കാരാണ് അവരുടെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം എടുക്കാത്തത് എന്ന് തന്നെയാണ് രോഹിണി ഏറ്റവും എടുത്തു പറയേണ്ടത്. അവരും ആ വേദന പേറിക്കൊണ്ട് ഇപ്പോഴും ജീവിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ഉഷയുടെ കാര്യം. സമാനമായി നിരന്തരമായ സംഭവങ്ങൾ ഉണ്ടാവുന്നു. ആ സംഭവത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്തുവാൻ പോലും ആരോഗ്യമന്ത്രി തയ്യാറാകുന്നില്ല. മറിച്ച് മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന വാർത്തയാണ്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ തകർക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നൊരു പ്രതികരണം മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രോഹിണി, അതിനെയാണ് ഈ ഡസ്ന പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമന്ത്രി ഒരു ഒഴുക്കൻ മട്ടിൽ അങ്ങ് പോകുന്നു, മറ്റൊരു വഴിക്ക് പോകുന്നു. നമ്മുടെ മന്ത്രിമാരൊന്നും MLA മാരായി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള സംഭവം നടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല, അല്ലെ? എവിടെയോ ഇരുന്ന് കസേരയിലിരുന്ന് മന്ത്രിമന്ദിരത്തിലിരുന്ന് പ്രതികരണം നടത്തുന്നു, റിപ്പോർട്ട് തേടുന്നു. പക്ഷേ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ, റിപ്പോർട്ടിൽ നടപടി ഉണ്ടാകുന്നുണ്ടോ എന്നതിൽ നമുക്കാർക്കും ഒരു ഉത്തരവുമില്ല, അല്ലേ?